ന്യൂഡൽഹിയിൽ AICC ആസ്ഥാനത്ത് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷത്തിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത്. അവിടെ ഇത്തവണ പതിവിന് വിപരീതമായി വന്ദേ മാതരം മുഴുവനായി ആലപിക്കുകയുണ്ടായി. ആ ചടങ്ങിൽ കോൺഗ്രസിൻ്റെ അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ, മുതിർന്ന നേതാവ് സോണിയാഗാന്ധി, അതോടൊപ്പം തന്നെ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി എന്നിവരടക്കമുണ്ടായിരുന്നു. അപ്പോൾ ആദ്യത്തെ ഈ വരികളൊക്കെ സോണിയാഗാന്ധി അടക്കം ആലപിക്കുന്നുണ്ട്, ചുണ്ടനക്കുന്നുണ്ട്. അതിനുശേഷം അടുത്ത വരികളിലേക്ക് കടക്കുമ്പോൾ സോണിയയുടെ മുഖം മാറുകയും ഖാർഗെയോടക്കം അത് സൂചിപ്പിക്കുകയും ചെയ്യുന്നുണ്ട്. പിന്നീട് നിർത്താനായിട്ട് സോണിയാഗാന്ധി അടക്കം ആവശ്യപ്പെടുന്നുണ്ട്. നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. എന്നാൽ ഇതിന് ശേഷം കോൺഗ്രസിൻ്റെ ഒരു വിശദീകരണം വന്നിട്ടുണ്ട്. വന്ദേ മാതരം തങ്ങൾ മുഴുവനായിട്ട് ആലപിച്ചതാണ്. ആ സമയത്ത് സോണിയാഗാന്ധി ഖാർഗെയ്ക്ക് ഒരു കസേര കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ആവശ്യപ്പെടുന്നു. അതാണ് സംഭവിച്ചത്. അല്ലാതെ ഇതിൻ്റെ അകത്ത് വിവാദമാക്കേണ്ട മറ്റ് കാരണങ്ങളൊന്നും ഉണ്ടായിട്ടില്ല എന്നാണ് കോൺഗ്രസ് ഇപ്പോൾ നൽകുന്ന വിശദീകരണം. നമുക്കറിയാം, കേന്ദ്ര സർക്കാർ ഇത്തവണ മുതൽ പാർലമെൻറ്റിൽ വന്ദേ മാതരത്തിൻ്റെ ബില്ല് കൊണ്ടുവന്നപ്പോൾ മുതൽ കോൺഗ്രസ് അതിൻ്റെ അകത്ത് ഉയർത്തിപ്പിടിക്കുന്ന നിലപാട് 1937 മുതലുള്ള വന്ദേ മാതരത്തിൻ്റെ ആദ്യത്തെ 2 ചരണങ്ങൾ മാത്രം ആലപിച്ചാൽ മതി എന്ന നിലപാടാണ് അവർ ഉയർത്തിപ്പിടിക്കുന്നത്. പാർലമെൻറ്റിലടക്കം കോൺഗ്രസ് അതിൻ്റെ എതിർപ്പ് ഉയർത്തുകയും ചെയ്തു. കേരളത്തിലാകട്ടെ ഇന്ന് നടന്ന സ്വാതന്ത്ര്യദിനാഘോഷ ചടങ്ങിൽ വന്ദേ മാതരം ഇതേപോലെ ആലപിക്കുകയുണ്ടായില്ല. അതേസമയം കർണാടകയിലും ഹിമാചൽ പ്രദേശിലും കോൺഗ്രസിൻ്റെ നേതാക്കളടക്കം ഈ വന്ദേ മാതരം ആലപിക്കുകയും ചെയ്തു. ഈ ഒരു വിഷയമാണ് നമ്മൾ ആദ്യം സംസാരിക്കുന്നത്. ദാവസാഹിബ്, കോൺഗ്രസ് രണ്ടൊരു അവസ്ഥയിലൂടെ കടന്നു. ഒന്ന്, വന്ദേ മാതരത്തിനെ AICC ആസ്ഥാനത്ത് മുഴുവനായിട്ട് പാടേണ്ടി വരുന്നു. അത് നിർത്താൻ വേണ്ടി ഇടപെട്ടോ എന്ന് ചോദിച്ചാൽ ആ സമയത്ത് ഇടപെട്ടു. പിന്നീട് അത് നിർത്താൻ വേണ്ടിയിട്ട് ഞങ്ങൾ ഇടപെട്ടതല്ല എന്ന് പറയേണ്ടി വരുന്നു. അങ്ങനെ നിർത്താൻ വേണ്ടിയിട്ടാണ് ഇടപെട്ടതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനേക്കാൾ വലിയ കുഴപ്പത്തിലേക്ക് അവർ ചെന്ന് ചാടേണ്ട ഒരു അവസ്ഥയും. അല്ല, ഈ വന്ദേ മാതര വിഷയത്തിൽ കോൺഗ്രസിൻ്റെത് വളരെ ഡിക്ലെയർഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ, വെൽ സ്റ്റേറ്റഡ് ആയിട്ടുള്ളൊരു പൊസിഷൻ ഉണ്ട്. റൈറ്റ് ഫ്രോം 1937 കൽക്കത്ത CWCയുടെ ഒഫീഷ്യൽ റെസൊല്യൂഷനാണ് വന്ദേ മാതരത്തിൻ്റെ ഫസ്റ്റ് 2 സ്റ്റാൻസസ് പാടിയാൽ മതി എന്നുള്ളത്. ആ റെസൊല്യൂഷൻ എന്ന് പറഞ്ഞാൽ ഔട്ട് ഓഫ് ഇല്യൂഷൻ വന്നതല്ല, അത് വെൽ ഡെലിബറേറ്റഡ് ആയിട്ടുള്ള റെസൊല്യൂഷനാണ്. ആരൊക്കെയാണ് അതിൽ പങ്കാളികളെന്നറിയോ? ജവഹർലാൽ നെഹ്റു, നേതാജി സുഭാഷ് ചന്ദ്രബോസ്, രവീന്ദ്രനാഥ് ടാഗോർ, ഇവരെല്ലാം തമ്മിൽ കൺസൾട്ട് ചെയ്ത് അവർ തയ്യാറാക്കിയ 1937 കൽക്കത്ത CWCയുടെ ഔദ്യോഗിക പ്രമേയമുണ്ട്. നമ്മളിതിൻ്റെ ഫസ്റ്റ് 2 സ്റ്റാൻസ് പാടിയാൽ മതി. കാരണം അതാണ് നമ്മുടെ മാതൃഭൂമിയുടെ മഹത്വവും സൗന്ദര്യമൊക്കെ വർണ്ണിക്കുന്നതാണ്. മറ്റേത് അതിൻ്റെ ലേറ്റർ സ്റ്റാൻസ എന്ന് പറയുന്നത് റിലീജിയസ് ആണ്. രവീന്ദ്രനാഥ് ടാഗോറിന് അതിനെക്കുറിച്ച് പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താണ്, ഒരു ഹിന്ദു സ്പിരിച്വൽ സോങ് ആണെന്ന് അദ്ദേഹം പറയുന്നുണ്ട് ആ ഭാഗത്തെക്കുറിച്ച്. അപ്പോൾ അതുകൊണ്ട് നമുക്ക് ബേസിക്കലി നാഷണൽ സോങ്, നാഷണൽ ആന്തം, നാഷണൽ ഫ്ലാഗ്, നാഷണൽ എംബ്ലം എന്നൊക്കെ പറയുന്ന കാര്യം എന്താണ്? ഏത് രാജ്യത്തിൻ്റെയാണ് ആ രാജ്യത്തെ മുഴുവൻ മനുഷ്യർക്കും ഒന്നിച്ച് അവരെ കോർത്തിണക്കാൻ പറ്റുന്ന സിമ്പലുകളാണ് ഈ പറയുന്ന കാര്യങ്ങളെല്ലാം. അപ്പോൾ സ്വാഭാവികമായിട്ടും ആ രാജ്യത്തെ എല്ലാ സ്വഭാവത്തിൽപ്പെട്ട മനുഷ്യരും ഒരേപോലെ കാണുകയും ബഹുമാനിക്കുകയും ആദരിക്കുകയും ചെയ്യുന്ന കാര്യങ്ങളെ നാഷണൽ സിമ്പലായിട്ട് ഏത് രാജ്യമാണെങ്കിലും സ്വീകരിക്കുകയുള്ളൂ. അപ്പോൾ ഇതിനകത്ത് ഈ പറയുന്ന വന്ദേ മാതരത്തിൻ്റെ ലേറ്റർ പാർട്ട്, അവസാനത്തെ ചരണങ്ങൾ, അത് ഒരു ഡിവോഷണൽ സോങ് ആണ്, അല്ലെങ്കിൽ ഒരു പ്രത്യേക മതവിഭാഗത്തിൻ്റെ പ്രാർത്ഥനയാണ്. സരസ്വതിയെ, ലക്ഷ്മിയെ, ദുർഗയെ എല്ലാം നമിക്കുകയും വന്ദിക്കുകയും ചെയ്യുന്ന ഭാഗങ്ങളാണ്. അത് ആലപിക്കുന്നതിൽ മറ്റുള്ളവർക്ക് പ്രയാസം ഉണ്ടാവുക, പല നിലക്കുള്ള പ്രയാസങ്ങളുണ്ടാകുക സ്വാഭാവികമാണ്. ആളുകൾ വളരെ പെട്ടെന്ന് കുറിച്ച് പറയുന്നത് മുസ്ലിങ്ങളുടെ ഒരു കാര്യം മാത്രമാണ് എടുക്കുക. മുസ്ലിങ്ങൾ മാത്രമല്ല, ക്രിസ്ത്യൻ സംഘടന ഇന്നലെ ഈ ബാപ്റ്റിസ്റ്റ് ക്രിസ്ത്യൻ കൗൺസിൽ കൊഹീമയിൽ നിന്ന് അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. ഈ പറയുന്ന ഇതും കൊണ്ട് ഇങ്ങോട്ട് വന്നേക്കരുത്, വന്ദേ മാതരം പാടണം എന്ന് പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നേക്കരുതെന്ന് പറഞ്ഞിട്ട് അവരുടെ സ്റ്റേറ്റ്മെൻറ്റ് ഇറങ്ങിയിട്ടുണ്ട്. ആന്ധ്രാപ്രദേശിലെ ക്രിസ്ത്യൻ ബോഡീസ്, അവരുടെ സംയുക്ത സംഘടന, അവർ സ്റ്റേറ്റ്മെൻറ്റ് ഇറക്കിയിട്ടുണ്ട്. അപ്പോൾ ഇത് എന്തുകൊണ്ടാണ്? അവരും ഒരർത്ഥത്തിൽ മൊണോത്തിസം ഫോളോ ചെയ്യുന്ന ആളുകളാണ്. അവരെ സംബന്ധിച്ചിടത്തോളം ലക്ഷ്മിയെ, ദുർഗയെ, സരസ്വതിയെ അതിനെ വന്ദിക്കണം, പ്രാർത്ഥിക്കണം, അതിൻ്റെ കൃപയാലാണ് ഇതെല്ലാം നടക്കുന്നത് എന്ന് പറയുക എന്നുള്ളത് അവർക്ക് വിശ്വാസപരമായുള്ള പ്രശ്നമുണ്ട്. വിശ്വാസികളെ മാറ്റി നിർത്തും. ഇവിടെ ഒരു വിശ്വാസവും ഇല്ലാത്ത മനുഷ്യരുണ്ട്. എയ്ത്തിസ്റ്റുകളായുള്ള ആളുകൾ, ന്യൂ എയ്ത്തിസ്റ്റുകളുണ്ട്. എന്താണ് ഇവരുടെ കമ്മ്യൂണിസ്റ്റുകളുണ്ട്. ഇവരുടെ പൊസിഷൻ എന്താണ് ഇതിനകത്ത്? അവർ ഇങ്ങനെ ഇത്തരം ഈ ദേവതകളെ, ബേസിക്കലി ദേവത എന്ന് പറയുന്ന സങ്കല്പം അവർക്കുണ്ടോ? ദേവത എന്ന് പറയുന്ന സങ്കല്പം ഉണ്ടോ? അതിനെ വണങ്ങണം. നമുക്ക് ഒരാൾക്ക് ദേവത എന്നുള്ള സങ്കല്പം ഉണ്ടാകാം, അതിനെ വണങ്ങുക എന്തും ചെയ്യാം. പക്ഷെ നമ്മൾ ഒരു നാഷണൽ സിമ്പിളായിട്ട് ഒരു കാര്യം തിരഞ്ഞെടുക്കുമ്പോൾ അതിലൊരു കൺസെൻസസ് ഉണ്ടാവണം. ഏതോ നിലക്കുള്ള ഒരു യോജിപ്പ് ആ നാട്ടിൽ, ആ രാജ്യത്തെ ജനങ്ങൾക്കെല്ലാം ഉണ്ടാകുമ്പോഴാണ് ഒരു സിമ്പിൾ, ഒരു ജനറൽ സിമ്പിളായി മാറുന്നത്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് പാടാൻ പറ്റാത്ത ആശയപരമായ, വിശ്വാസപരമായ, ഐഡിയോളജിക്കലായിട്ടുള്ള പല കാരണങ്ങളാൽ ഇത് പാടാൻ പറ്റാത്ത ആളുകൾ ഈ സമൂഹത്തിലുണ്ട്. അപ്പോൾ അവരെ കൂടെ പരിഗണിക്കണം
എന്നുള്ളതാണ് 1937 കോൺഗ്രസ് പ്രമേയത്തിൻ്റെ അടിസ്ഥാന സത്ത എന്ന് പറയുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മളത് പാടേണ്ടതില്ല എന്ന് കോൺഗ്രസ് തീരുമാനിക്കുന്നു. പക്ഷേ ഇവിടെ സംഭവിക്കുന്നത് എന്താണ്? ഇവിടെ ഇത് പാടിയിരിക്കണം, നിശ്ചയമായും എല്ലാവരും പാടിയിരിക്കണം, പാടിയില്ലെങ്കിൽ നടപടിയെടുക്കും എന്നുള്ള സമീപനമാണ് ആര് സ്വീകരിക്കുന്നത്? കേന്ദ്ര സർക്കാരും BJP യും സ്വീകരിക്കുന്നത്. അതെന്താണെന്ന് ചോദിച്ചാൽ, ലളിതമായി പറഞ്ഞാൽ നമ്മൾ പല വീഡിയോസ് കണ്ടില്ല, പാസ്റ്റർമാരുടെയും മൗലവിമാരുടെയും കഴുത്തിന് പിടിച്ചിട്ട് ചൊല്ലടാ ജയശ്രീറാം എന്ന് പറഞ്ഞിട്ട് ചൊല്ലിക്കുകയാണ്. അപ്പോൾ ഈ ചൊല്ലടാ ജയശ്രീറാം എന്ന് പറഞ്ഞ് ജയശ്രീറാം ചൊല്ലിക്കുന്ന ബജ്രംഗ് ദളുകാരനുണ്ടല്ലോ, ആ നടപടിയുടെ ഒരു ഇൻസ്റ്റിറ്റ്യൂഷണലൈസ്ഡ് വേർഷനാണ് ഈ വന്ദേ മാതരം ചൊല്ലിക്കുക എന്ന് പറയുന്നത്. എന്താണോ തെരുവിൽ ബജ്രംഗ് ദളിൻ്റെ ഗുണ്ടകൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്, അതിനെ സ്ഥാപനവൽക്കരിക്കുകയാണ്, അതിനെ ഇൻസ്റ്റിറ്റ്യൂഷണലൈസ് ചെയ്യുകയാണ്, അതിനെ ലീഗലൈസ് ചെയ്യുകയാണ് ആര് ചെയ്തിരിക്കുന്നത്? കേന്ദ്ര ഗവൺമെൻറ് ചെയ്തിരിക്കുന്നത്. അവിടെ ജയശ്രീരാമാണ് വിളിപ്പിക്കുന്നതെങ്കിൽ ഇവിടെ എന്താണ്? സരസ്വതി വന്ദനവും ദുർഗാവന്ദനവും ലക്ഷ്മി വന്ദനവുമാണ് നടത്തിക്കുന്നത്. ഇതെങ്ങനെയാണ് ഒരു രാജ്യത്തിൻ്റെ പൊതുവായ ദേശീയ ഗീതമോ ഗാനമോ എന്തോ ആട്ടെ ഒരു പൊതുവായ ഒരു സിമ്പിൾ ആയി മാറുക എന്നൊരു ക്വസ്റ്റ്യൻ ഉണ്ടല്ലോ. അപ്പോൾ ഇതിനകത്തുള്ള പ്രശ്നം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ദേശീയതയുമായി ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യനാണ് ഇതിനകത്തുള്ളത്. ഇതിൽ കോൺഗ്രസ് എവിടെ നിൽക്കുന്നു എന്നുള്ളതാണ്. ഒരു ഭാഗത്ത് ഈ സാംസ്കാരിക ഏകദാനത, സാംസ്കാരിക ദേശീയത, ഏക സംസ്കാരം എന്ന് പറയുന്ന ഒരു കാഴ്ചപ്പാട് മുൻനിർത്തിക്കൊണ്ട് BJP ഒരു പെർട്ടിക്കുലർ വേർഷൻ ഓഫ് ദേശീയത മുന്നോട്ട് വെക്കുന്നു. കോൺഗ്രസ് നേരെ ആ വേർഷനല്ല, ദേശീയത ആ വേർഷനല്ല കോൺഗ്രസ് എടുക്കുന്നത്. കോൺഗ്രസ് എന്താണ്? നമ്മുടെ ഈ ദേശം എന്ന് പറയുന്നത് ഒരു ഡിവേഴ്സ് ലാൻഡാണ്. പല വിധത്തിലുള്ള പല ഫ്ലേവേഴ്സുള്ള, പല വിശ്വാസങ്ങളുള്ള, പല കാഴ്ചപ്പാടുകളാണ്. ഇവരെല്ലാം കോർത്തിണക്കിക്കൊണ്ട് പോകുന്ന ഒരു രാജ്യമാണ് നമ്മുടേത്. അതാണ് നമ്മുടെ ദേശീയത. ബഹുത്വമാണ് നമ്മുടെ ദേശീയതയുടെ അടിസ്ഥാനം എന്ന സങ്കല്പത്തിലാണ് കോൺഗ്രസ് അതിൻ്റെ സംഗതികൾ മുന്നോട്ട് വെക്കുന്നത്, അതിൻ്റെ രാഷ്ട്രീയം മുന്നോട്ട് വെക്കുന്നത്. കോൺഗ്രസിൻ്റെ ദേശീയതാ സങ്കല്പവും BJPയുടെ ദേശീയതാ സങ്കല്പവും നമ്മൾ ഈ ഡോക്ട്രിനൽ ഡിഫറൻസ് ഉണ്ടല്ലോ, ഇത് മനസ്സിലാക്കാൻ ലേറ്റർ കോൺഗ്രസ് ലീഡർഷിപ്പിന് സാധിച്ചില്ല എന്നുള്ളതാണ്. അത് നമ്മൾ ഏതാണ് അതിൻ്റെ വലിയ ഇന്ദിരാഗാന്ധിയുടെ ലേറ്റർ സ്റ്റേജ് മുതൽ പിന്നെ രാജീവ് ഗാന്ധി അധികാരത്തിൽ വന്നത് മുതലാണ് നമ്മളത് ആ പാളിച്ചകൾ നിരന്തരമായിട്ട് കാണുന്നത്. നോക്കൂ, ആ പാളിച്ചകളിൽ നിന്നാണ് BJP ഊർജ്ജം സ്വീകരിച്ചതെന്നും BJP വളർന്നതെന്നും മനസ്സിലാക്കണം. അപ്പോൾ എന്താണ് തങ്ങൾക്ക് ചരിത്രത്തിൽ പറ്റിയ അബദ്ധം എന്ന് കോൺഗ്രസ് ഇപ്പോഴും തിരിച്ചറിയുന്നില്ല. അപ്പോൾ വന്ദേ മാതരവുമായി ബന്ധപ്പെട്ടൊരു ഇഷ്യൂ വരുമ്പോൾ അയ്യോ അത് മുസ്ലിങ്ങൾക്ക് കുഴപ്പമുള്ളതാണ്, അതുകൊണ്ട് നമ്മൾ പാടിയില്ല എന്ന് പറഞ്ഞാൽ അപ്പുറത്ത് പ്രശ്നമാകുമല്ലോ എന്ന ഒരു ബേജാറ്. അതുകൊണ്ടാണ് സികേഷ് പറഞ്ഞവർ ചൊല്ലേണ്ടതില്ല എന്നൊരു പൊസിഷൻ എടുക്കുന്നു. അവരുടെ ഹെഡ് ക്വാർട്ടേഴ്സിൽ നടന്ന പരിപാടിയിൽ അത് ചൊല്ലിക്കൊണ്ടിരിക്കുമ്പോൾ സ്റ്റേജിലുള്ള ലീഡർഷിപ്പിന് അങ്കലാപ്പ് ഉണ്ടാകുന്നു. അവർ എന്തൊക്കെയോ അംഗവിക്ഷേപങ്ങൾ കാണിക്കുന്നു. അതിനുശേഷം ജയറാം രമേശ് വന്നിട്ട് പത്രപ്രസ്ഥാനം നടത്തുന്നു. അതല്ല, അങ്ങനെയൊന്നുമല്ല, അത് കസേര എടുക്കാൻ വേണ്ടി പറഞ്ഞാണ്. എന്ത് കസേര ദേശീയ ഗീതം പാടിക്കൊണ്ടിരിക്കുമ്പോഴാണ് സോണിയാഗാന്ധി കസേര എടുക്കാൻ പറയുക? എന്ന് അവർക്ക് ഇത്രയും സെൻസില്ലാത്ത ആളാണോ സോണിയാഗാന്ധി? ഒരു നാഷണൽ സോങ് പാടിക്കൊണ്ടിരിക്കുക കസേര എടുക്കാൻ ആംഗ്യം കാണിക്കാൻ മാത്രം വിവരം കെട്ട ആളാണോ സോണിയാഗാന്ധി? ഇന്ന് മടയത്തരാണ് ഈ ജയറാം രമേശ് പറയുന്നത്. ഇപ്പോൾ ജയറാം രമേശ് പറഞ്ഞത് അടിസ്ഥാനം എന്താണെന്ന് വെച്ചാൽ ഇതിലൊരു കൃത്യമായൊരു പൊസിഷൻ എടുത്ത് നിൽക്കാനുള്ള ധൈര്യമില്ലായ്കയാണ്. അപ്പോൾ എന്തുകൊണ്ടാണ് ധൈര്യമില്ലായ്ക വരുന്നത്? ഇതെന്തോ മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യാം എന്നുള്ളൊരു പരിപാടിയായിട്ട് വ്യാഖ്യാനിച്ചേക്കുമോ എന്നുള്ളതാണ്. ഇത് മുസ്ലിങ്ങളുമായി ബന്ധപ്പെട്ട വിഷയമല്ല, ഇത് ഇന്ത്യൻ ദേശീയതയുമായി ബന്ധപ്പെട്ടുള്ള കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. അത് മഹാത്മാഗാന്ധി എന്താണ്, ജവഹർലാൽ നെഹ്റു എന്താണ്, സുഭാഷ് ചന്ദ്രബോസും രവീന്ദ്രനാഥ് ടാഗോർ അവർ 1937 അതിൻ്റെ ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു ഫൗണ്ടേഷൻ വെച്ചിട്ടുണ്ട്. അതെന്താണ്? നമ്മളൊരു നാഷണൽ സിമ്പിൾ സ്വീകരിക്കുമ്പോൾ അത് നമ്മളുടെ നാഷനകത്തുള്ള എല്ലാവർക്കും സ്വീകാര്യമാണ്, എല്ലാവർക്കും ഒരു കൺസെൻസൻസ് ഉണ്ടാകണം. ആ കൺസെൻസൻസ് ഉള്ളൊരു സംഗതി ആയിരിക്കണം നമ്മളൊരു ദേശീയ ചിഹ്നമായി സ്വീകരിക്കേണ്ടത് എന്നുള്ളതാണ്. അത് ഏത് ദേശത്തെ സംബന്ധിച്ചിടത്തോളം പ്രധാനമാണ്. ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം അതിപ്രധാനമാണ്. ബിക്കോസ് വി ആർ ദാറ്റ് മച്ച് ഡിവേഴ്സ്. അതുകൊണ്ട് ഞങ്ങൾ ആ കാഴ്ചപ്പാടാണ്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ദേശീയത എന്ന് പറയുമ്പോൾ, ദേശീയ ചിഹ്നങ്ങൾ എന്ന് പറയുമ്പം ഈ നമ്മുടെ ഡിവേഴ്സിറ്റിയെ, നമ്മുടെ വൈവിധ്യങ്ങളെ പ്രതിനിധീകരിക്കുന്നതായിരിക്കണം. നിങ്ങളുടെ ഈ ഏകാത്മക ദേശീയത, എന്താണ് കൾച്ചറൽ നാഷണലിസം എന്ന് പറയുന്ന, ഏക സംസ്കാര ദേശീയത എന്ന് പറയുന്ന ഏർപ്പാടിനോട് ഞങ്ങൾക്ക് വിയോജിപ്പാണ് എന്ന് ധൈര്യത്തോടെ തുറന്ന് പറഞ്ഞ് BJPയുടെ നാഷണലിസം പ്രോജക്റ്റും ഞങ്ങളുടെ നാഷണലിസം പ്രോജക്റ്റും നമ്മളെ വ്യത്യാസം എന്താണെന്ന് കൃത്യപ്പെടുത്തി പറഞ്ഞു കൊടുക്കാനുള്ള ആ ഒരു രാഷ്ട്രീയ വിദ്യാഭ്യാസത്തിൻ്റെ അഭാവമാണ് ഇന്ന് നമ്മൾ കണ്ടത്. ഈ രാഷ്ട്രീയ ധാരണ ഇല്ലായികയാണ് കോൺഗ്രസിനെ ഉപ്പുവെച്ച കലമാതിരാക്കിയെന്ന് മനസ്സിലാക്കണം. അതിലൂടെയാണ് കയറുന്നത്. ഇവരുണ്ടാക്കിയ വിടവുകളിലും വഴുക്കലുകളിലും കൂടെയാണ് BJP കയറുന്നത്. അവസാനം കോൺഗ്രസ് തിരിച്ചുവരവ് തുടങ്ങിയത് എപ്പോഴാണ്? രാഹുൽ ഗാന്ധി നേതൃത്വത്തിലേക്ക് വരികയും അദ്ദേഹം വളരെ കണിശമായും ശക്തമായും എന്താണ് കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന രാഷ്ട്രീയം,
ഈ വെറുപ്പിനെതിരെ, ഈ ഏകാത്മക സംസ്കാരത്തിനെതിരായിട്ടുള്ള ഇന്ത്യൻ ബഹുത്വത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് രാഷ്ട്രീയം അദ്ദേഹം സംസാരിച്ച് തുടങ്ങിയപ്പോഴാണ് ഇതൊന്ന് എഴുന്നേറ്റ് നിന്നത്. തകർന്നു വീണ ഈ പ്രസ്ഥാനം എഴുന്നേറ്റ് നിന്ന് മനസ്സിലാക്കി. ജയറാം രമേശിനെ പോലുള്ള ആളുകൾ മനസ്സിലാക്കണം. അപ്പോൾ അടിസ്ഥാനപരമായി ഇത് മുസ്ലിങ്ങൾക്ക് അത് വിശ്വാസപരമായ പ്രശ്നമുണ്ട്, ശരിയാണ്. മുസ്ലിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ തൗഹീദ് എന്ന് പറയുന്ന സംഘം, മൊണോത്തിസം, ഏകദൈവത്വം എന്ന് പറയുന്ന ഒരു കോംപ്രമൈസ് ഇല്ലാത്തൊരു കാഴ്ചപ്പാടാണ്. മുഹമ്മദ് നബിയെ പോലും വന്ദിക്കാനോ ആരാധിക്കാനോ പറ്റില്ല ഇസ്ലാമിക വിശ്വാസം അനുസരിച്ച്. ദർ ഇസ് നോ ഗോഡ് ബട്ട് ഗോഡ് എന്നുള്ളതാണ് അടിസ്ഥാന സങ്കല്പം. ഏകനായ ദൈവമല്ലാതെ മറ്റൊന്നിൻ്റെ മുമ്പിലും വണങ്ങാൻ പറ്റില്ല. അത് ഒന്നിൻ്റെ മുമ്പിൽ, അത് മുഹമ്മദ് നബിയുടെ കാര്യത്തിൽ അങ്ങനെ തന്നെയാണ്. മുഹമ്മദ് നബി ആരാധിക്കുന്നവരല്ല മുസ്ലിങ്ങൾ. മുഹമ്മദ് നബിയെ ആരാധിക്കണം എന്ന് പറയുന്നത് ഇസ്ലാമിക വിരുദ്ധമാണ്. അപ്പോൾ അത്രയും കർക്കശമായ ഒരു മൊണോത്തിസ്റ്റിക് തിയോളജി നിലനിൽക്കുന്ന ഒരു വിഭാഗം. അവരെ സംബന്ധിച്ച് നിങ്ങൾ സരസ്വതിയെ പൂജിക്കണം, ദുർഗയെ പൂജിക്കണം, ലക്ഷ്മിയെ വിളിച്ച് പ്രാർത്ഥിക്കണം എന്ന് പറയുമ്പോൾ അവരുടെ വിശ്വാസത്തിന് പ്രശ്നമാണ്. പക്ഷെ ഇതിൽ ഒരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇത് നമ്മുടെ ഭരണഘടനയും കോടതിയും അംഗീകരിച്ചൊരു സംഗതിയാണ്. ഈ വിഷയത്തിൽ ഇടപെടുന്ന എല്ലാ മനുഷ്യരും ഓർത്തെടുക്കേണ്ട ഒരു കേസുണ്ട്. ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന് പറഞ്ഞൊരു കേസുണ്ട്. യെസ്, ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1987. ജസ്റ്റ് ഗൂഗിൾ ചെയ്ത് നോക്കിയാൽ മതി. അതെന്താ സംഭവം അറിയോ? യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞൊരു ക്രിസ്ത്യൻ ഗ്രൂപ്പുണ്ട്. യഹോവ വിറ്റ്നസ് എന്ന് പറഞ്ഞാൽ ക്രിസ്ത്യാനികൾക്കിടയിൽ ഒരു മൈക്രോസ്കോപ്പിക് മൈനോറിറ്റിയാണ്. ആ വിശ്വാസധാരയിൽപ്പെട്ട 3 കുട്ടികൾ, ബിജോയ്, ബിനു, സമണൽസ്, മൂന്നാമതൊരാൾ കൂടെ, ഈ 3 കുട്ടികൾ കിടങ്ങൂർ NSS കോളേജിൽ ദേശീയഗാനം പാടുമ്പോൾ അവർ NSS സ്കൂളിൽ ദേശീയഗാനം പാടുമ്പോൾ എഴുന്നേറ്റില്ല. സ്കൂളിൽ നിന്ന് അവരെ പുറത്താക്കി. ഈ കുട്ടികൾ പിന്നെ കേരള ഹൈക്കോടതിയെ സമീപിച്ചു. ഹൈക്കോടതി സ്കൂളിൻ്റെ നടപടിയെ ശരിവെച്ചു. സുപ്രീം കോടതിയെ സമീപിച്ചു. സുപ്രീം കോടതി ഉത്തരവിട്ടു ഈ കുട്ടികളെ തിരിച്ചെടുക്കണം. അങ്ങനെ എല്ലാവരും പാടാൻ ഏത് വന്ദേമാതരത്തിൻ്റെ കാര്യമല്ല പറയുന്നത്, ഏത് ജനഗണമനയുടെ കാര്യത്തിലാണ് പറയുന്നത്. അതിൽ പോലും നിങ്ങൾക്ക് നിർബന്ധിക്കാൻ പാടില്ല, പാടിയില്ല എന്നതിൻ്റെ പേരിൽ പുറത്താക്കാൻ പാടില്ല. ഔട്ട് ഓഫ് റെസ്പെക്റ്റ് അവർ എഴുന്നേറ്റ് നിന്നോട്ടെ എന്ന് പറഞ്ഞു. യഹോവ സാക്ഷികൾ ഇപ്പോഴും ദേശീയഗാനം പാടാറില്ല. യഹോവ സാക്ഷികൾ പാടാറില്ല. അവർ പാടുന്നില്ല എന്നുള്ള അവരുടെ നിലപാടിനെ നമ്മുടെ സുപ്രീം കോടതി അംഗീകരിക്കുകയാണ് ചെയ്തത്. അത്രത്തോളം വൈവിധ്യങ്ങൾ അംഗീകരിക്കുന്ന ഒരു ഭരണഘടനയാണ് നമ്മുടേത്. അവരുടെ വിശ്വാസ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന തരത്തിൽ അവർക്കുമേൽ നമ്മൾ ഇത് ഇമ്പോസ് ചെയ്യാൻ പാടില്ല എന്നാണ് ബിജോയ് ഇമ്മാനുവൽ വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള 1987 കേസ് പറയുന്നത്. അന്ന് എടുത്ത് വായിച്ചു നോക്കണം. ജയറാം രമേശും കോൺഗ്രസ്സുകാരും എടുത്ത് വായിച്ചു നോക്കണം. അപ്പോൾ ഇതെന്തൊരു മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യുന്നൊരു 86 ഈ മുസ്ലിങ്ങളെ അപ്പീസ് ചെയ്യുന്നതാണെന്ന് വ്യാഖ്യാനിച്ച് നമുക്ക് പ്രശ്നമുണ്ടാകും എന്നോർത്തിട്ടാണ് ഈ ഒരുതരം അമ്മായിക്കളി കോൺഗ്രസ് കളിക്കുന്നത്. കോൺഗ്രസ് കൃത്യത വരുത്തേണ്ടത് അത് മുന്നോട്ട് വെക്കുന്ന ഇന്ത്യൻ ദേശീയതം എന്നത്തെ കാഴ്ചപ്പാട് എന്താണ്, അതിൽ ക്ലാരിറ്റി ഉണ്ടായാലേ ഇതിലും ക്ലാരിറ്റി ഉണ്ടാവുള്ളൂ. അല്ലെങ്കിൽ ഈ കളി ഞാനിന്മേൽ കളി ഇനിയും തുടർന്നുകൊണ്ടിരിക്കും. കോൺഗ്രസ് ഈ ഞാനിന്മേൽ കളി കളിച്ചിട്ട് കോൺഗ്രസ്സിനുണ്ടായിട്ടുള്ള ദുരന്തങ്ങൾ എന്താണെന്നുള്ളത് ഇന്നെങ്കിലും പഠിക്കണം എന്നാണ് ഞാൻ പറയുന്നത്. യെസ് ജിമ്മി, നമ്മൾ കേരളത്തിലേക്ക് വന്നാൽ സത്യപ്രതിജ്ഞാ ചടങ്ങിൽ നമ്മൾ കണ്ടിരുന്നു വന്ദേമാതരം ആലപിച്ചതും വിവാദമായതും സിവിൽ സൊസൈറ്റിയും പ്രതിപക്ഷം അടക്കം അതിൽ വലിയ വിമർശനം ഉന്നയിച്ചതും. അപ്പോൾ ഓഗസ്റ്റ് 15 വരുമ്പോൾ നിങ്ങൾ കണ്ടുള്ളൂ എന്നാണ് സതീശൻ എന്ന് പറഞ്ഞിരുന്നത്. ഇവിടെ അദ്ദേഹങ്ങൾക്ക് വന്ദേമാതരം ആലപിക്കുകയുണ്ടായില്ല. ശരിക്കും അത്തരത്തിലൊരു ശക്തമായ എതിർപ്പും അതിനോടുള്ള വിമർശനവും ഉന്നയിക്കുന്ന ഒരു സമൂഹം കേരളത്തിലുള്ളതുകൊണ്ടല്ലേ സതീശൻ കൂടി അത്തരമൊരു നിലപാടിലേക്ക് വന്നത്? അല്ലെങ്കിൽ കർണാടകയും ഹിമാചൽ പോലെയൊക്കെ കേരളത്തിലും UDF സർക്കാരിൽ ഇങ്ങനെ ഒരു അവസ്ഥ ഉണ്ടാകുമായിരുന്നില്ല? അത് കോൺഗ്രസിൻ്റെ മെച്ചമല്ല, അത് കേരളത്തിൻ്റെ ഒരു സോഷ്യൽ ഫാബ്രിക്കിൻ്റെ പ്രത്യേകതയാണ്. അതേസമയം എല്ലാം കൂടെ പറയണം, ഈ ബിജോയ് ഇമ്മാനുവൽ കേസിൽ ഈ കേസ് വിധി വന്നതിന് ശേഷവും കുട്ടികൾ സ്കൂളിൽ പോയില്ല. ഇത് പിന്നെ ഭയങ്കര കോംപ്ലിക്കേറ്റഡായി, അവർക്ക് സ്കൂളിൽ പ്രശ്നമായി, അങ്ങനെ ഒരു സോഷ്യൽ ഔട്ട്കാസ്റ്റിൻ്റെ കാലമൊക്കെ പിന്നെ ഉണ്ടായി എന്നുള്ളതാണ് ഇതിൻ്റെ ദാവൂദ് പറഞ്ഞതിൻ്റെ ബാക്കി പറയാൻ. ഇതൊരു പ്രശ്നമാണ്. പക്ഷേ ഇന്ന് സംഭവിച്ചത് BJPയുടെ ഒരു പുതിയ ഗെയിം കൂടെ സ്റ്റാർട്ട് ചെയ്യാണ്. എങ്ങനെയാണോ ബാബറി മസ്ജിദ് വിഷയത്തിൽ, രാമജന്മഭൂമി വിഷയത്തിൽ അവസാനം കോൺഗ്രസിൻ്റെ ആളുകൾ പോയി അവരെക്കാൾ വലിയ രാമഭക്തരാണ് ഞങ്ങൾ എന്ന് പറഞ്ഞ് പുതിയ രാമക്ഷേത്രത്തിലേക്ക് ജാഥയായിട്ട് ആളുകളെ കൊണ്ടുപോകേണ്ട ഒരു അവസ്ഥ കോൺഗ്രസ് ഉണ്ടായത്, അതേ കെണിയിലേക്ക് പോയി വീഴാൻ പോവാണ്. ഇതിനകത്ത് വിഷയം എന്താ? ഇന്ന് ജയറാം രമേശ് അടക്കമുള്ള ആളുകൾക്ക് എല്ലാവരും സ്തബ്ധരായി പോകുന്നു. ഈ പാട്ട് മുഴുവൻ പാടുന്നു, എന്ത് ചെയ്യണം? എങ്ങാനും തടസ്സപ്പെടുത്തിയാൽ പുതിയ നിയമമുണ്ട്. 2026 ഫെബ്രുവരിയിലെ നിയമം അനുസരിച്ച് ഒരു കാരണവശാലും ദേശീയ ഗീതം, അതായത് വന്ദേ മാതരം തടസ്സപ്പെടുത്തിയാൽ അതിന് വേറെ ശിക്ഷ കിട്ടും.
അപ്പോൾ പാട്ട് തുടങ്ങിപ്പോയി. ഈ ഇടയ്ക്ക് മഹേഷിൻ്റെ പ്രതികാരമാണോ സിനിമ എന്ന് ഞാൻ മറന്നുപോയി, ഏത് പടമാണെന്ന് ഞാൻ മറന്നുപോയി. അതുകൊണ്ടാണ് മഹേഷ് മഹേഷിൻ്റെ പ്രതികാരത്തിലാണ്. എവിടെയെങ്കിലും ഉറച്ചു നിൽക്കണം. അല്ലല്ല, രണ്ടുപേര് തമ്മിൽ ഒരു ചെറിയ അടിപൊളി ഉണ്ടായിട്ട് നാരങ്ങ മുഴുവൻ റോഡിലേക്ക് വീഴാണ്. അപ്പോൾ ഒരുത്തൻ മറ്റവനോട് അടിക്കാൻ പോകുമ്പോൾ സ്കൂളിൽ ജനഗണമന പാടാണ്. അപ്പോൾ പുള്ളി അറ്റൻഷനായിട്ട് നിൽക്കും. അപ്പോൾ മറ്റേ ആൾ പേടിച്ചു പോയി, ഇപ്പോൾ എന്ത് ഇവനെ അടിക്കാൻ പറ്റില്ല, ജനഗണമനയാണ്, മോശമായി പോകും. അദ്ദേഹവും അറ്റൻഷനായി നിൽക്കും. ഈ സീക്വൻസ് ജന്തർ മന്തറിൽ പ്രൊട്ടസ്റ്റ് എടുത്തിട്ടുണ്ട് പോലീസിന് അടി വരുമ്പോൾ. എന്നിട്ട് ഈ പാട്ട് തീരുന്നത് വരെ ഈ അടിക്കാൻ ഉദ്ദേശിക്കുന്നവൻ അടിക്കേണ്ടവനെ അടിക്കാൻ പറ്റാതെ ഇങ്ങനെ നിന്ന് പോകുന്ന ഒരു സീനുണ്ട് ഈ മലയാള സിനിമയിൽ. അവസാനം ജനഗണമന തീരുന്ന നിമിഷം മറ്റൊന്ന് സൈക്കിൾ എടുത്തുകൊണ്ട് ഓടിക്കളെ. ഇതാണ് സീൻ എന്ന് പറഞ്ഞ പോലെ ആയിപ്പോൾ. വന്ദേ മാതരം പാടി തുടങ്ങിയ പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, തടസ്സപ്പെടുത്താൻ പറ്റുമോ? ടിപ്പിക്കൽ സീനാണ്. അതേ കഥയാണ് ഇന്ന് ആവർത്തിച്ചത്. BJPയുടെ വളരെ വിദഗ്ധമായ ഗെയിമാണ്. ദേശീയ ചിഹ്നം, ദേശീയ ഗാനം, ദേശീയ ഗീതം ഇതൊക്കെ രാജ്യത്തെ ഒരുമിപ്പിക്കുക എന്നുള്ളത് രാജ്യത്തോട് സ്നേഹമുള്ളവർക്കാണ്. പോത്തിനെന്ത് ഏത്തവാഴ, വന്ദേ മാതരമാണോ ജനഗണമനയാണോ വേറെന്തെങ്കിലും ആണോ അതല്ല വിഷയം. ഇത് ചില ആളുകൾക്ക് ഇഷ്ടപ്പെടില്ലെന്നും ചിലരെ ചൊറിയാൻ പറ്റുമെന്നും നന്നായി അറിയാവുന്നവരാണ് RSSും BJPയും ഇന്ത്യയിലെ സംഘപരിവാരവും. അതുകൊണ്ട് മാത്രമാണ് വന്ദേ മാതരം എടുത്ത് അതിൻ്റെ 6 സ്റ്റാൻസയും 2 സ്റ്റാൻസ പോരാ കേട്ടോ, 6 സ്റ്റാൻസയും പാടിയേ പറ്റൂ എന്ന് പറഞ്ഞ് ഫെബ്രുവരി 2026 ഇതിന് പുതിയ നിയമം കൊണ്ടുവരുന്നതും എങ്ങനെയാണോ ദേശീയ ഗീതത്തെ നാഷണൽ ആന്തം, ഇപ്പോൾ ഗീതവും ഗാനം മലയാളത്തിലൊരു വാക്കാണ്, നാഷണൽ ആന്തത്തെ എങ്ങനെയാണോ ബഹുമാനിക്കുന്നത് അതുപോലെ തന്നെ വന്ദേ മാതരത്തെയും ബഹുമാനിക്കണമെന്ന് പറയുകയും അതോടൊപ്പം ആ നോട്ടിഫിക്കേഷനിൽ 6 സ്റ്റാൻസയും പാടിയിരിക്കണമെന്ന് വാശിപ്പെടുത്തുന്നത്. അതിൻ്റെ അർത്ഥം, അതിൻ്റെ കാരണം, നിങ്ങൾ ഇങ്ങനെ പാടുന്നതിന് ഇഷ്ടമില്ലാത്ത ഒരുപാട് ആളുകളുണ്ട്, അവരെ നമുക്കൊന്ന് ചൊറിയാം എന്നുള്ളതാണ്. ഇതിപ്പോൾ തുടങ്ങിയതല്ല. ഇപ്പോൾ ഒരു 2017-18 സമയത്തൊക്കെ നമ്മളിതിൻ്റെ പലതരത്തിലുള്ള ഡിബേറ്റ് കണ്ടിട്ടുണ്ട്. ഭാരത് മാതാ കി ജി എന്ന് വിളിക്കാത്തവരാരും ഇന്ത്യയിൽ വരണ്ട. അപ്പോൾ കനകുമാർ പറഞ്ഞു, ഞാൻ ഭാരത് മാതാ എന്ന് വിളിക്കും, ഭാരത് ബാപ് കി ജയ് എന്ന് വിളിക്കും, എന്താ കുഴപ്പം? ഭാരത് മാതാ കി ജയ്, ഭാരത് ബാപ് കി ജയ്, ഭാരത് ബഹൻ കി ജയ്, ഭാരത് ഭയ്യ കി ജയ്. അങ്ങനെ ആയാലോ ഒരു TV ഷോയിൽ നടന്ന സംഭവമാണ്. ഇങ്ങനെ തിരിച്ച് കളിയാക്കാനേ പറ്റൂ. പക്ഷേ ആ ക്രച്ചുള്ള ചോദ്യത്തിൽ നിന്ന് കൾച്ചറൽ പ്രശ്നമാണ്. നോർത്ത് ഇന്ത്യയിൽ ഭാരത് മാതാ, ഇന്ത്യയെ മാതാവായി നമ്മളെല്ലാം മദർലാൻഡ് എന്നാണ് പറയുന്നത്. അതൊരു ഒരു പൊതുപ്രയോഗമാണ്. ഈ പൊതുപ്രയോഗം എന്താ കുഴപ്പമെന്ന് ബഹുഭൂരിപക്ഷം ആളുകൾ ചോദിച്ചു തുടങ്ങുമ്പോൾ അപ്പോഴാണ് മറ്റവരെ ചൊറിയാൻ ഒരു അവസരം കിട്ടുന്നത്. ഭാരത് മാതാ കി ജയ് എന്ന് പറഞ്ഞാൽ ഒരു പ്രശ്നവുമില്ലാത്ത ആളുകൾക്ക് പോലും എൻ്റെ നെഞ്ചത്ത് നിന്ന് വിളിക്കടാ എന്ന് വിളിക്കുമ്പോൾ എനിക്ക് വിളിക്കാൻ സൗകര്യമില്ല എന്ന് പറയാനാണ് തോന്നുക. ആ വിളിക്കാൻ സൗകര്യമില്ല എന്ന് മറ്റേ കൊണ്ട് പറയിപ്പിക്കുകയും ഏയ് ദേശദ്രോഹി, ഉഗ്രവാദി എന്ന് അതിനാണ് ജന്തർ മന്തറിൽ പിള്ളേർ നല്ല ഗംഭീരമായിട്ട് മറുപടി പറഞ്ഞത്. അതേടാ ഞങ്ങൾ ദേശദ്രോഹികളാണ്, എന്ത് ചെയ്യാനുണ്ട്? പിന്നെ ഒരു തെറിയും പറഞ്ഞു, ദേശദ്രോഹി നിൻ്റെ മറ്റവൻ, ബാക്കി ടെററിസ്റ്റ് നിൻ്റെ ബാക്കിയുള്ള ആളുകൾ. ഭയങ്കര എന്താ പറയുക, അൺപാർലമെൻ്ററി വാക്കാണ്. പക്ഷേ ചില സമയത്ത് ഇങ്ങനെയൊക്കെ പറഞ്ഞാലേ നടക്കൂ എന്ന് തോന്നുന്ന ഒരവസ്ഥയാണ്. ഇതിപ്പോഴല്ല, ദേശീയ ചിഹ്നങ്ങളെ മാനിപ്പുലേറ്റ് ചെയ്യുന്ന കഥ നമ്മൾ മുമ്പ് കണ്ടല്ലോ. പുതിയ പാർലമെൻറ്റ് മന്ദിരം വന്നപ്പോൾ തമിഴ്നാട്ടിൽ നിന്ന് പണ്ട് ജവഹർലാൽ നെഹ്റുവിന് കൊടുത്ത, ജവഹർലാൽ നെഹ്റു മ്യൂസിയത്തിൽ കൊണ്ടുവച്ച ഒരു ദണ്ടെടുത്ത് കൊണ്ടുവന്നിട്ട് ഇതാണ് ഇനി മുതൽ അധികാരത്തിൻ്റെ ചിഹ്നം എന്ന് പറഞ്ഞ് പാർലമെൻറ്റിൽ ഒരാൾ നടന്നു പോവാണ് വടിയും പിടിച്ചുകൊണ്ട്. ഇനി മുതൽ ഇതാണ് ചിഹ്നം എന്ന് പറയാണ്. എല്ലാവരും അംഗീകരിച്ചു. ഇനിയിപ്പോൾ തൊടാൻ നോക്കൂല. ഇനി അതിലും ഇനി തൊട്ട് വണങ്ങണം. അതിനോട് അപമര്യാദയായി കാണിക്കുന്നതൊക്കെ അടുത്ത പ്രശ്നവും. 10-70 വർഷം ഒരു മ്യൂസിയത്തിലോ പിന്നാമ്പറത്ത് എവിടെയോ കിടന്ന് ആരോ കൊടുത്ത ഒരു ഗിഫ്റ്റ് ആണ് ഇതിനെ കൊണ്ടുവരുന്നത്. ഇങ്ങനെയാണ് സിമ്പിൾസിനെ കൊണ്ടുവരികയും വെക്കുകയും ചെയ്യുക. ഇത് BJPയുടെ ഗെയിം പ്ലാൻ ആണെന്ന് മനസ്സിലാക്കിക്കൊണ്ടേ ഇതിനോട് കൗണ്ടർ അടിക്കാൻ പറ്റുള്ളൂ. പക്ഷേ പ്രശ്നം എന്താ, ഇപ്പോൾ ഇത് നിയമമായി മാറിപ്പോയി. അതേസമയം വന്ദേ മാതരം പാടിയ വലിയ കുഴപ്പമൊന്നും ഇല്ല എന്നുള്ളതാണ് കോൺഗ്രസിൻ്റെ ഈ കഴിഞ്ഞ കുറേ കാലമായിട്ടുള്ള ഈ അടുത്ത കാലത്ത് മാത്രമല്ല, കുറച്ച് കാലമായിട്ടുള്ള 1970-കളിലോ 80-കളിലോ ഒക്കെ തന്നെ കോൺഗ്രസിന് അതിന് വലിയ പ്രശ്നമൊന്നും തോന്നിയിട്ടില്ല. പിന്നെ പണ്ട് ജവഹർലാൽ നെഹ്റു എന്നൊക്കെ പറയുന്ന ആരൊക്കെയോ അത് വേണ്ടാന്ന് പറഞ്ഞതുകൊണ്ട് നമുക്കും വേണ്ട, തൽക്കാലം അവിടെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചുകൊണ്ടാണ്. പക്ഷേ BJP വളരെ വിദഗ്ധമായി ആ സ്ഥാനത്തെ പൊക്കിയെടുത്ത് വന്ദേ മാതരം വിഷയം ഇന്ത്യയിൽ ചർച്ച ചെയ്യാൻ തുടങ്ങിയിട്ട് 10-20 വർഷമായി. 2010 മുതൽ ഈ സാധനം വളരെ ശക്തമായി BJP അവരുടെ പൊളിറ്റിക്കൽ ക്യാമ്പയിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ടൂളാണ്. വന്ദേ മാതരം വിളിക്കാൻ ധൈര്യമുണ്ടോ എന്ന് ചോദിച്ചാണ്. ഇതിന് മറുപടി പല സമയത്ത് പല രസകരമായ ആളുകൾ കൊടുത്തിട്ടുണ്ട്. കനയ്യകുമാർ ഭാരത് മാതാ കി ജയ് മാത്രമല്ല ഭാരത് ബാപ് കി ജയ് എന്ന് വിളിക്കുന്നു പറയുന്നത് പോലെ എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്. റിപ്പബ്ലിക് TVയുടെ അല്ല, അതിന് മുമ്പുള്ള ടൈംസ് നൗലാണെന്ന് തോന്നുന്നു, ഞാൻ വന്ദേ മാതരം പാടാം, ഒരു മൗലവിയാണ്, ഞാൻ മുഴുവൻ പാടാം, തനിക്ക് പാടാമെന്ന് വെച്ചാൽ RSകാരനാണോ BJPയുടെ നേതാവാണോ 2 വരി പാടിയിട്ട് അവിടെ മുക്കി വിറച്ചു നിന്നു. അതാണ് ഇന്ത്യ.
പാർലമെൻറ്റിലും ഇതേ ചോദ്യം ഉണ്ടായി. ശരി, വന്ദേ മാതരം വലിയ സംഭവമാണല്ലോ. വന്ദേ മാതരം വിളിച്ചുകൊണ്ട് ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി ജയിലിൽ പോയ ഒരു 4 RSകാരൻ്റെ പേര് പറയാൻ പറഞ്ഞു. മിണ്ടിയില്ല. അതില്ല. ഈ വന്ദേ മാതരം എന്ന് പറയുന്ന ഗാനം, ദേശീയ പതാക, ഇതൊക്കെ പിടിച്ചുകൊണ്ട് ജയിലിലേക്ക് പോയ ആളുകൾ, ആ പാട്ടിന് വേണ്ടി അതിൻ്റെ സ്പിരിറ്റ് ഉൾക്കൊണ്ടുകൊണ്ട് ബ്രിട്ടീഷുകാരോട് നേർക്കുനേർന്ന് സമരം ചെയ്ത ആളുകൾ, അങ്ങനെ ഒരാളെ എടുക്കാൻ പോലും ഇല്ലാത്ത മനുഷ്യരാണ് സ്വാതന്ത്ര്യ സമരവും കഴിഞ്ഞ് ഇന്ത്യക്ക് സ്വാതന്ത്ര്യവും കിട്ടി 70 വർഷം കഴിയുമ്പോൾ ഇതിനകത്ത് നിന്ന് എന്തെങ്കിലും കുത്തിത്തിരിപ്പുണ്ടാക്കാനുള്ള സാധനം കിട്ടുമെന്ന് നോക്കുന്നത്. എന്തായാലും ഇപ്പോൾ പക്ഷേ ആ ഗെയിമിൻ്റെ ഒരു ഘട്ടം കഴിഞ്ഞു. ഇതിപ്പോൾ നാഷണൽ ആന്തം പോലെ തന്നെ പ്രധാനപ്പെട്ട ഒരു ഗാനമാണ്. ഗീതവും ഗാനവുമാണ് രണ്ടും. ഇത് മാത്രമല്ല, പുതിയ ഡയറക്റ്റീവ് പറയുന്നത് ഏതെങ്കിലും സ്ഥലത്ത് നാഷണൽ ആന്തം പാടുന്നുണ്ടെങ്കിൽ അതിനു മുമ്പ് വന്ദേ മാതരം പാടണം. വന്ദേ മാതരമാണ് ആദ്യം ഇനി മുതൽ, അത് കഴിഞ്ഞിട്ടാണ് നാഷണൽ ആന്തം. അപ്പോൾ നിയമപരമായി നിങ്ങൾ ഫിക്സിലായി. ഇനിയിപ്പോൾ ഏത് പരിപാടിക്കും ചെറിയ കൺഫ്യൂഷൻ ഇല്ല. പാടുന്നുണ്ടെങ്കിൽ മുഴുവൻ പാടണമെന്നില്ല, പാടണം എന്നുള്ള നിർബന്ധമില്ല. സുപ്രീം കോടതി അങ്ങനെയാണല്ലോ പറഞ്ഞിരിക്കുന്നത്, ഒരു അഡ്വൈസറി മാത്രമാണെന്നാണല്ലോ. അതെ, പക്ഷേ നിങ്ങൾ ഈ ഒരു ദേശീയഗാനവും ഇതും വരുന്ന സർക്കാരിൻ്റെ പൊതുപരിപാടികളിലെല്ലാം അഡ്വൈസറിയാണ് തീരുമാനിക്കുന്ന. അജണ്ട തീരുമാനിക്കുന്നത് സർക്കാരാണ്, സംസ്ഥാന സർക്കാരായാലും കേന്ദ്ര സർക്കാരായാലും. അപ്പോൾ ആദ്യം പാടേണ്ടത് ദേശീയ ഗാനം അല്ല, ദേശീയ ഗീതമാണ്. വന്ദേ മാതരമാണ് ആദ്യം പാടേണ്ടത്, അതിനുശേഷമാണ് ഇത് പാടേണ്ടത്. ശരി, അടുത്ത പ്രശ്നം, ഇത് 2 സ്റ്റാൻസായിട്ട് പണ്ടേ തീരുമാനിച്ചിരുന്നതാണ്. ഇപ്പോൾ ഫുൾ സ്റ്റാൻസ മുഴുവൻ പാടണമെന്ന് പറയുന്നു. ഇത് ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ എന്താ പ്രശ്നം? ഇപ്പോൾ നാഷണൽ ആന്തത്തിൻ്റെ കാര്യത്തിൽ നാഷണൽ ആന്തം ഇടയ്ക്ക് വെച്ച് നിർത്തിയാൽ അത് ദേശീയ ഗാനത്തോടുള്ള ഡിസ്റെസ്പെക്റ്റാണ്. അപ്പോൾ നിങ്ങൾ നാളെ ഈ കൺഫ്യൂഷനൊന്നുമില്ല. ഒരു പൊതുപരിപാടിയിൽ വന്ദേ മാതരം നിങ്ങൾ 2 സ്റ്റാൻസയിൽ നിർത്താൻ തീരുമാനിച്ചെന്ന് വിചാരിക്കുക, ഇന്ന് കോൺഗ്രസ് ചെയ്തതുപോലെ, അപ്പോഴും പ്രശ്നമാണ്. പുതിയ നിയമപ്രകാരം ദേശീയ ഗീതത്തോടുള്ള അപമര്യാദ അതെന്താണെന്നുള്ളതിന് വ്യക്തമായ ഒരു സാധനം വന്നിട്ടില്ല. ദേശീയ ഗാനമാണെങ്കിൽ നമുക്കറിയാം, ജനഗണമന ഇടയ്ക്ക് വെച്ച് നിർത്തിയിട്ട് പോയാൽ അത് കേസാണ്. അടുത്ത ഗെയിം അതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ പല രീതിയിൽ നിയമപരമായി വളച്ചു വയ്ക്കുകയാണ്. സാംസ്കാരികമായ ഒരു സാധനം അത് മറ്റു പലർക്കും എതിർപ്പാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പ്രശ്നമുണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് ഈ സാധനം തുടങ്ങി വെച്ചിരിക്കുന്നത്. ഇനി അടുത്ത ഘട്ടം, ഇപ്പം മിക്കവാറും ആദ്യത്തെ കേസ് സോണിയാഗാന്ധിക്കെതിരെ ആയിരിക്കും. ഒരു പ്രശ്നം വെച്ചാൽ ഈ പറഞ്ഞ ഇതൊരു നിയമം അങ്ങനെ തന്നെ വ്യാഖ്യാനിച്ചത് അഡ്വൈസറി ആണ് എന്ന് സുപ്രീം കോടതി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ കോൺഗ്രസ് ഹെഡ്ക്വാർട്ടേഴ്സിൽ പാടിക്കൊള്ളുന്ന നിർബന്ധമില്ലല്ലോ, ഗവൺമെൻറ് പ്രോഗ്രാം അല്ലല്ലോ. അതല്ല, പക്ഷെ അപ്പോഴും പാടുകയാണെങ്കിൽ മുഴുവൻ പാടേണ്ടി വരും. പാടുകയാണെങ്കിൽ നിങ്ങളത് മുഴുവൻ പാടേണ്ടി വരും. ഇന്ന് നിങ്ങൾ അവിടെ അത് 2 സ്റ്റാൻസയിൽ നിർത്തിയിരുന്നെങ്കിൽ അത് അടുത്ത നിയമപ്രശ്നമായേനെ. ചുരുക്കി പറഞ്ഞാൽ പാടിയാലും പാടുന്നത് കണ്ടിട്ട് തടസ്സപ്പെടുത്താൻ ശ്രമിച്ചാലും രണ്ടായാലും സോണിയാഗാന്ധി കേസിൽ പ്രതിയാണ്. ഇന്ന് വൈകുന്നേരത്തെ വാർത്ത മിക്കവാറും നാളെ രാവിലെ ആകുമ്പോഴത്തേക്കും സോണിയാഗാന്ധിക്കെതിരെ ഇന്ത്യയിൽ പല സ്ഥലങ്ങളിലും FIR രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുണ്ടാവും. ഇത് തന്നെയാണ് പ്ലാൻ. അപ്പോൾ ഇതിനെന്ത് കൗണ്ടർ എന്ന് ചോദിച്ചാൽ നേരത്തെ പറഞ്ഞതുപോലെയാണ്, കാഗസ് നൈ ദിഖായെങ്കെ എന്ന് പറഞ്ഞ് നടത്തിയ ഒരു സമരകാലമുണ്ട് ഇന്ത്യയുടെ പുതിയ കാലത്ത്. എന്ന് പറഞ്ഞാൽ പറ്റില്ല എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു പുതിയ സമരത്തിലേക്കും നിയമയുദ്ധത്തിലേക്കും പോകേണ്ടി വരും. ഇതിനൊരു ചരിത്രമുണ്ടല്ലോ, ആ ചരിത്രമാണ് നമ്മൾ കൈ പിടിക്കുന്നത്. ആ ചരിത്രത്തിൽ ഇത് 2 സ്റ്റാൻസ നിർത്തിയതിനൊരു കാരണമുണ്ട്. അത് വേറെ ആരും പറഞ്ഞതല്ല, നമ്മുടെ ഫോർ ഫാദേഴ്സാണ്. ഫോർ മദേഴ്സും പോട്ടെ, അതല്ല ഈ പറയുന്ന എന്താ പറയുക, ഈ ട്രഡീഷൻ പറയുകയാണെങ്കിൽ അമേരിക്കയിലൊക്കെ പറയില്ല, ഫോർ ഫാദേഴ്സ് ഡിസൈൻഡ് ഇറ്റ് ലൈക്ക് ദിസ് വേ എന്ന് പറയുന്ന പോലെ മഹാത്മാഗാന്ധി അടക്കം രവീന്ദ്രനാഥ് ടാഗോർ അടക്കം അവർ പറഞ്ഞാൽ 2 സ്റ്റാൻസ എന്നുള്ളത്. ആ 2 സ്റ്റാൻസ അങ്ങനെയാണെങ്കിൽ അതിനൊരു വിലയില്ലേ? അപ്പോൾ നിയമയുദ്ധത്തിലേക്കൊക്കെ പോകേണ്ടി വരും. പക്ഷെ തൽക്കാലം ഇന്നത്തെ ഗെയിമിൽ BJP ഗോൾ അടിച്ചു 1-0. യെസ്, എന്തായാലും BJP ഒരുക്കിയ ഈ ഗെയിമിൽ കോൺഗ്രസ് വീണിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ പണ്ട് അവർ ഉയർത്തിപ്പിടിച്ച നിലപാടിനെ കൈവിടുന്ന കാഴ്ച കൂടിയിട്ടാണ് നമ്മളിന്ന് സാക്ഷ്യം വഹിച്ചത്.